ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നത്. ഞാനും കൃഷു രാവിലെ തന്നെ എണീറ്റ് ഫ്രഷായി. അപ്പോഴാണ് ആലോചിച്ചത് എന്നാൽ പിന്നെ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുത്താലോ എന്ന്. കൃഷുവിനെ രാവിലെ തന്നെ വിളിച്ച് എണീപ്പിച്ചുകൊണ്ട് മൂപ്പര മുഖത്ത് നിന്നായി ഉറക്ക ക്ഷീണം ശരിക്കും അങ്ങോട്ട് മാറിയിട്ടില്ല കേട്ടോ. കുറച്ച് സമയം ചെയറിൽ അങ്ങനെ ഇരുന്നു കേട്ടോ. ഇനി നമുക്ക് എന്താണ് കഴിക്കാനുള്ളതെന്നൊന്ന് പോയി നോക്കാം. അപ്പോൾ അമ്മ ഇതാ ഇവിടുന്ന് നല്ല ദോശ ചുടുന്നുണ്ട്. ഇത് ഉഴുന്ന് ദോശയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉഴുന്ന് ദോശ, ഇഡ്ഡലി, ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കൃഷുവിനും അതുപോലെ തന്നെ നല്ല ഇഷ്ടമാണ്. ഇതാ കൃഷ് ബേബിയും അച്ഛനും കൂടെ ഇവിടുന്ന് കളിക്കുകയാണ്. അപ്പോൾ ഞാൻ അവനൊരു ദോശ എടുത്തു. അച്ഛൻ ഇതാ ഇവിടുന്ന് ദോശയും ബാജിയും കഴിക്കുന്നുണ്ട്. ആ സമയത്ത് കൃഷുവിന് ഞാൻ ഇവിടെ ഇരുന്ന് ഫുഡ് കൊടുക്കുന്നുണ്ട്. ഒരു ദോശയൊക്കെ അവൻ അങ്ങ് കഴിച്ചോളും. ദോശ അവന് ഇഷ്ടമാണ്. ഞാൻ പിന്നെ അവന് ഇങ്ങനെ വേറെ തന്നെ ഫുഡാക്കിയിട്ടൊന്നും കൊടുക്കാറില്ല. നമ്മളെന്താണോ കഴിക്കുന്നത് അത് തന്നെയാണ് കേട്ടോ കൊടുത്ത് ശീലിപ്പിക്കുന്നത്. ഇനി എങ്ങാനും ഒട്ടും കഴിക്കാതെയൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുന്നല്ലാണ്ട് നമുക്കെന്താണോ ഉണ്ടാക്കുന്നത് അത് തന്നെയാണ് കൊടുക്കാറ്. കറിയെല്ലാം സെയിം തന്നെയാണ്. പിന്നെ അവനുള്ളതുകൊണ്ട് നമ്മൾ എരിവിടുന്നതെല്ലാം കുറച്ചിട്ടാണ് ഇപ്പോൾ ചെയ്യാറ്. പുട്ടൊഴിച്ച് ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം അവന് ഇഷ്ടമാണ് കേട്ടോ. പുട്ട് അത്ര പോവില്ല. എന്തായാലും ഫുഡ് കുറച്ചെങ്കിലും ഒന്ന് കഴിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ടാസ്ക്കാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ കറിയിലുള്ള ഉരുളക്കിഴങ്ങിൻ്റെയും ക്യാരറ്റിൻ്റെയും കഷ്ണമെല്ലാം കൂട്ടി കൊടുത്തു വെക്കുമെന്ന് പറഞ്ഞിട്ട് അമ്മ കുറച്ച് അത് എടുത്ത് തരികയാണ് കേട്ടോ. അങ്ങനെ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ അത് കൂട്ടി ഒന്ന് കൊടുത്തു നോക്കാമെന്ന്. എന്തൊക്കെ കാണിക്കണം ഒന്ന് ഫുഡ് കഴിച്ച് കിട്ടണമെങ്കിൽ. അമ്മ ഇത് അവിടെ ഒളിച്ച് നിന്നിട്ട് അവനെ കളിപ്പിക്കുകയാണ്. അങ്ങനെയെങ്കിലും കുറച്ച് കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ പാല് കുടിക്കാൻ അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞങ്ങൾ വെറുതെ അവനെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് കളിപ്പിക്കുകയാണ്. പാലിൽ ഞാൻ കുറച്ച് പീഡിയാഷുർ മിക്സ് ആക്കിയിട്ടാണ് കൊടുക്കുക. അങ്ങനെ എങ്ങനെയല്ലോ ഒരു ദോശ അവനെ കൊണ്ട് കഴിപ്പിച്ചു. എന്നിട്ട് അമ്മ എനിക്ക് നല്ല ചൂടോടെ ദോശ കൊണ്ടുതരികയാണ് കേട്ടോ ചുട്ടിട്ട്. അപ്പം ചുട്ട് തരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നല്ല ചൂടോടെ ദോശ ബാജിയും കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കഴിക്കുമ്പോൾ ഞാനൊരു 4-5 ദോശയെല്ലാം കഴിക്കട്ടോ. ഞാൻ കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എന്നോട് കൃഷു വന്നിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട്. നല്ല ചൂട് ചായ ഊതി കുടിക്കുന്നതാണ് ഗുപ്തന് ഇഷ്ടം എന്ന് പറഞ്ഞതുപോലെ നല്ല ചൂട് കോഫി ഊതി കുടിക്കുന്നതാണ് എനിക്കിഷ്ടം. ഞങ്ങളെല്ലാവരും ഇവിടെ കോഫീൻ്റെ ആൾക്കാരാണ് കേട്ടോ. പക്ഷേ വേറെ ഏതെങ്കിലും വീട്ടിലൊക്കെ പോയാൽ അവരെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ചായ കുടിക്കാണ്ടില്ല. പക്ഷേങ്കിൽ കൂടുതൽ ഇഷ്ടം കോഫീനോടാണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കൃഷുവിനെ നോക്കുമ്പം കാണുന്നില്ല. അപ്പം നോക്കുമ്പോൾ ഇതാ അച്ഛനും കൃഷുവും പിന്നെ ഇത് നമ്മുടെ വീട്ടിൻ്റെ അപ്പുറത്ത് തന്നെയുള്ള ആളാണ് രാജേട്ടൻ. 3 ആളും കൂടെ എന്തോ കഥയും പറഞ്ഞ് നിൽക്കുകയാണ്. ആളെപ്പോൾ ഇതിലൂടെ പോകുമ്പം കൃഷുവിനെ വിളിച്ച് എന്തെങ്കിലുമൊക്കെ കളിപ്പിക്കും കേട്ടോ. അതുകൊണ്ട് അവന് ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞ് നല്ലൊരു മഴ പെയ്തു. കാറ്റടിച്ചു കത്താതെടി മുത്തുമുത്തി മുത്തം വെച്ചു മുത്തെടുത്തു പോവാതെ മമ്മമ്മമാരി മഴയെ കാറ്റടിച്ചു കത്താതെടി മുത്തുമുത്തി മുത്തം. മഴ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ കൃഷുവിനെയും കൂട്ടി കുറച്ച് സമയം പുറത്ത് വന്നിരിക്കുകയാണ്. ഞാൻ പുറത്തിറങ്ങിയ കണ്ടപ്പോഴത്തേക്കും ആൾ ചാടി പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അവിടുന്ന് കളിക്കുകയായിരുന്നു. ഞാൻ വിളിച്ചിട്ടൊന്നും ആദ്യം വന്നില്ല. ആര് പുറത്തിറങ്ങിയാലും അപ്പം അവനും ഇറങ്ങണം കേട്ടോ. എന്നിട്ട് മുറ്റത്ത് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുകയാണ് ചെയ്യുക. പിന്നെ കണ്ണ് തെറ്റി എന്തെങ്കിലും ഒപ്പിച്ച് വെക്കുകയും ചെയ്യും കേട്ടോ. പിടിച്ചാലൊന്നും കിട്ടൂല. ഇപ്പം അല്ലെങ്കിലും ഞങ്ങൾ അവനെ അങ്ങനെ പുറത്തേക്ക് ഇറക്കാറില്ല. മഴയൊക്കെ അല്ലേ, അതും കൊതുകും ഉണ്ട്, പിന്നെ നിറയെ വെള്ളമൊക്കെ ആയിരിക്കും. അതിലൊക്കെ പോയി കളിക്കും. പിന്നെ പുറത്തിറങ്ങിയാൽ കൊതു വന്നിട്ട് അവനെ കടിച്ചുരുട്ടി കളയും. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ അവനെ പുറത്തിറക്കാറില്ല. പറക്കും വണ്ടായി വരിവണ്ടായി തൊട്ടുരുമാതെ ഉറക്കും പാട്ടായി പട്ടുപൂവേ കട്ടുപോവാതെ കുറുമ്പിൻ്റെ കട്ടുറുമ്പിൻ്റെ കൈനീട്ടമല്ലേ
മമ്മാരി മഴയെ കാറ്റടിച്ചു കത്താതെടി മുത്തും. അമ്മ ഇതാ ഇവിടെ റെഡി ആയിരിക്കുന്നുണ്ട് കേട്ടോ. ഷോപ്പിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു. പക്ഷേ മഴയായതുകൊണ്ട് ആ സമയത്ത് പോകാൻ പറ്റിയില്ല. മഴ നിന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. അമ്മ എന്താ കഴിക്കുന്നതെന്നല്ല ഇടയ്ക്കൊന്ന് പോയി നോക്കുന്നെല്ലാം ഉണ്ട് കൃഷു. അത് കഴിഞ്ഞ ആളിതാ കസേരയിൽ കയറി ഇരുന്നിട്ട് അച്ഛൻ്റെ കണ്ണടയും ഫോണെല്ലാം എടുത്ത് കളിക്കുകയാണ്. അച്ഛൻ്റെ കണ്ണടയും ഫോണുമാണ് ഇത് എന്നല്ലാന്ന് പറയുന്നത്. ഞങ്ങളെല്ലാവരെയും ഫോൺ അവന് കറക്റ്റ് അറിയാം കേട്ടോ. ഫോൺ മാത്രമല്ല അതിൻ്റെ റിംഗ് ടൂണെല്ലാം കറക്റ്റ് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ വിചാരിച്ചു അവൻ്റെ നെയിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാമെന്ന്. 2 ദിവസമായി ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നു. പക്ഷെ അവൻ സമ്മതിക്കൂല. എന്തെങ്കിലുമെല്ലാം പറഞ്ഞൊന്ന് നെയിൽ കട്ട് ചെയ്ത് വെക്കാൻ വിചാരിച്ചിട്ട് പിടിച്ചിരുത്തിയതാണ്. ആദ്യമൊക്കെ എന്നാലും സമ്മതിച്ചു തരുമായിരുന്നു. പക്ഷേ ഇപ്പം തീരെ സമ്മതിച്ചിരുന്നില്ല. ഒരു രക്ഷയില്ല, അവൻ സമ്മതിക്കുന്നേ ഇല്ല കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഉറങ്ങിക്കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് കൊടുക്കാമെന്ന്. ആ സമയത്ത് അകത്തുനിന്ന് എവിടുന്നോ പോയി അമ്മ ത്രെഡ് ചെയ്യുന്ന നൂലെടുത്ത് വന്നിട്ട് അതിന് മുന്നേ അവൻ കണ്ടിട്ടുണ്ട് അമ്മ ആർക്കോ ത്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അമ്മയ്ക്കും അച്ഛനൊക്കെ ആ നൂല് കൊണ്ട് ത്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നിന്റെ വികൃതിയിൽ മുഴുകുമ്പോൾ അതിമധുരം ചെല്ലക്കാറ്റ് ചൊല്ല് ചൊല്ല് ചക്കരവാക്കി. ആ സമയത്ത് ഞാൻ പോയി അവന് കുളിക്കാനുള്ള വെള്ളം ചൂടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇപ്പോൾ സമയം ഒരു 11 മണിയായിട്ടുണ്ട്. ഞാൻ ഈ ഒരു സമയത്താണ് അവനെ കുളിപ്പിക്കാൻ നോക്കാറ്. കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് അവനൊരു എന്തെങ്കിലും ഫുഡ് കൊടുത്തിട്ട് അവനെ ഉറക്കും. ഇന്ന് ഞാൻ വിചാരിച്ചു പഴം നെയ്യിലിട്ടിട്ടൊന്ന് ചൂടാക്കി കൊടുക്കാമെന്ന്. അതിന് ഞാൻ പഴം കട്ട് ചെയ്യാണ്. ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ദോശക്കല്ലിട്ടിട്ടൊന്ന് നെയ്യിലിട്ട് ചൂടാക്കി കൊടുക്കുകയാണ് ചെയ്യാറ്. അത് അവന് ഇഷ്ടമാണ്, അവനങ്ങ് കഴിച്ചോളും. വെള്ളം ഞാൻ അപ്പുറത്ത് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടാകുന്ന സമയത്ത് ഇതും ആക്കി വെച്ചാൽ പിന്നെ പണിയില്ലല്ലോ. അവനെ കുളിപ്പിച്ച് ഡയറക്റ്റ് ഫുഡ് കൊടുത്തിട്ട് വേഗത്തിൽ തന്നെ ഉറക്കാമല്ലോ. അപ്പോൾ ഞാനിതാ കുറച്ച് നെയ്യെടുത്ത് കല്ല് ചൂടായിട്ടുണ്ടേനു എന്നിട്ട് അതിലേക്കൊന്ന് ഇട്ട് കൊടുത്തു കേട്ടോ. എല്ലാ സൈഡിലും ആവുന്ന രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. ഈ നേന്ത്രപ്പഴം ഇങ്ങനെ നെയ്യിലിട്ടിട്ട് ചൂടാക്കി കൊടുക്കുന്നത് കുട്ടികൾക്ക് നല്ലതാണ് കേട്ടോ. വെറുതെ കഴിക്കാൻ കൊടുക്കുന്നതിലും കുറച്ചും കൂടി നല്ലതാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. കുട്ടികൾക്ക് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്നിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് കൊടുത്തു നോക്കൂ. പിന്നെ കുട്ടികൾക്കുള്ള വെയിറ്റ് ഗെയിനൊക്കെ നല്ലൊരു ഓപ്ഷനാണിത്. അപ്പോഴേക്കും ഇവിടെ ഒരാൾ ഭയങ്കര കരച്ചിലായിരുന്നു. അമ്മ ഷോപ്പിലേക്ക് പോയി. അപ്പോൾ അത് കണ്ടിട്ട് ഭയങ്കര സങ്കടമായിട്ട് കരയുകയാണ്. അവനെ കൂട്ടാണ്ട് പോയതിനുള്ള സങ്കടമാണ് കേട്ടോ. ആര് പോയാലും ഇങ്ങനെ തന്നെയാണ്, ഭയങ്കര കരച്ചിലായിരിക്കും പിന്നെ കുറച്ച് സമയത്തേക്ക്. അങ്ങനെ കൃഷുവിൻ്റെ ഫുഡും റെഡിയായി, അതേപോലെ തന്നെ വെള്ളവും ചൂടായി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അവന് തലയിൽ ഓയിലിട്ട് കൊടുക്കാമെന്ന്. ഇത് എൻ്റെ മൂത്തമ്മ ഉണ്ടാക്കി തന്ന വെളിച്ചെണ്ണയാണ് കേട്ടോ. കാച്ചിയ വെളിച്ചെണ്ണ എന്തെല്ലോ സാധനങ്ങളെല്ലാം ഇട്ടിട്ട് കാച്ചി തന്നതാണ്. അവൻ്റെ മുടി ഒന്ന് കറുത്തോട്ടെ എന്ന് പറഞ്ഞിട്ട്. ഞാനൊരു പ്രാവശ്യം അവനെ മുട്ട അടുപ്പിച്ചതാണ്. പക്ഷേങ്കിൽ എന്നിട്ടും വന്നത് ഇങ്ങനെ ഒരു ബ്രൗൺ കളറിലുള്ള മുടിയാണ്. ഇത് തേച്ച് സക്സസ് ആയാൽ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ കൂട്ട് പറഞ്ഞു തരാം കേട്ടോ ചോദിച്ചിട്ട്. അങ്ങനെ ഞാൻ പോയി അവനെ പെട്ടെന്ന് തന്നെ കുളിപ്പിച്ചിട്ട് വന്നു. ആളിതാ കുളിച്ച് കുറിയെല്ലാം തൊട്ട് സുന്ദരനായിട്ടുണ്ട്. എന്തോ ഒരു നാണം കൊണ്ടാണ് അങ്ങനെ കിടക്കുന്നത്. പിന്നെ വിശക്കുന്നു ഉണ്ടാവും. കുളിയെല്ലാം കഴിഞ്ഞാൽ പിന്നെ അവനൊരു വിശപ്പ് ഉള്ളതാണ്. ഇനി ഞാനൊന്ന് പോയിട്ട് അവന് പെട്ടെന്ന് തന്നെ അവൻ്റെ ഫുഡ് കൊടുത്തിട്ട് വരാം കേട്ടോ. ഇതാ ഒരു ഹായ് എല്ലാം തന്നിട്ടുണ്ടേ എല്ലാവർക്കും. ചെല്ലക്കാറ്റ് ചൊല്ല് ചൊല്ല് ചക്കരവാക്കിലെന്തുണ്ട് മായക്ക. എന്നിട്ട് ഞാനിവിടുന്ന് കൃഷുവിന് ഫുഡ് കൊടുക്കുകയാണ്. അവന് ഇഷ്ടമായതുകൊണ്ട് തന്നെ വേഗം തന്നെ വായി തുറന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചില സമയം അവന് തനിച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പിന്നെ അങ്ങ് സമ്മതിച്ചു കൊടുക്കും കേട്ടോ. അങ്ങനെയെങ്കിലും അവൻ കുറച്ച് കഴിക്കട്ടെ എന്ന് വിചാരിക്കും. പിന്നെ ഇപ്പോഴേ ഇങ്ങനെ ഒരു ശീലമൊക്കെ പഠിപ്പിക്കുന്നത് നല്ലതല്ലേ. അവനും കൂടി ഇഷ്ടമാണെങ്കിൽ പിന്നെ അങ്ങനെ ചെയ്തോട്ടെ എന്ന് വിചാരിക്കും ഞാൻ. എല്ലാ സമയത്തും ഇങ്ങനെ സമ്മതിച്ചൊന്നും കൊടുക്കൂല കേട്ടോ. അവനിപ്പോൾ കയ്യിലെടുത്ത് കഴിക്കാൻ പറ്റുന്ന ഫുഡൊക്കെ ഞാനിങ്ങനെ തനിച്ചങ്ങ് കൊടുത്തേക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. ഈ ഫ്രൂട്ട്സൊക്കെ ഞാൻ അധികം ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യുക. ഒരു ബൗളിൽ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കും. അപ്പോൾ അവനത് അവിടെ ഇരുന്ന് മെല്ലെ മെല്ലെ കഴിച്ചോളും. നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നായിട്ടെടുത്ത് വായിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമല്ലേ. അതുകൊണ്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. എന്നാലും അവൻ അവിടെ ഇരുന്ന് കുറച്ച് സമയം അങ്ങനെ അതും കഴിച്ച് അവിടെ അങ്ങ് ഇരുന്നോളും.
കൊടുത്ത് ഞാനിത് അവനെ ഉറക്കുകയാണ്. നല്ല ഉറക്ക ക്ഷീണമുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ അങ്ങ് ഉറങ്ങിപ്പോകും. കുളിയെല്ലാം കഴിഞ്ഞ് ഭക്ഷണമെല്ലാം കഴിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഉറക്ക് പതിവാണ്. എന്നാലേ എനിക്ക് എന്തെങ്കിലും വേറെ പണിയെല്ലാം എടുക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് ഞാനും കൃഷുവിന് ഉണ്ടാക്കിയ ആ പഴമില്ലേ, അത് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അത് കഴിക്കാമെന്ന്. അങ്ങനെ അത് കഴിച്ചു. വലിയ ആൾക്കാർക്കും പഴം ഇങ്ങനെയാക്കി കഴിക്കുന്നത് നല്ലതാണ്. വെയിറ്റ് ഗെയിനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്കും പഴം ഇങ്ങനെയാക്കി കഴിച്ചാൽ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും. ഞാനും എൻ്റെ അനിയത്തിയെല്ലാം ഇങ്ങനെ കഴിക്കാറുണ്ടായിരുന്നു. പിന്നെ കുറച്ച് വെള്ളം കുടിച്ചു. ഞാനിങ്ങനെ ഒരു ബോട്ടിലിൽ വെള്ളം എടുത്ത് വെക്കും കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ എത്ര വെള്ളം കുടിച്ചു നമ്മളൊരു ദിവസം എന്ന്. അതുകൊണ്ട് ഇങ്ങനെ വെള്ളം കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. അത് കഴിഞ്ഞ് കുറച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോഴത്തേക്കും ഇവിടെ 2 പേരും നല്ല ഉറക്കമാണ്. അച്ഛനും ഉണ്ട് ഇപ്പം അവിടെ വന്ന് കിടന്നുറങ്ങുന്നു. കൃഷു എണീറ്റിട്ടില്ല, അവനും നല്ല ഉറക്കമാണ്. ചില ദിവസം അവനിങ്ങനെ കുറേ സമയം കിടന്നുറങ്ങിക്കോളും, ചില ദിവസം പെട്ടെന്ന് എണീക്കും കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അവൻ എണീക്കുന്നതിൻ്റെ മുന്നേ കുറച്ച് ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന്. അവൻ എണീറ്റാൽ പിന്നെ അതൊന്നും സമ്മതിക്കില്ല. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് കർമൂസേൻ്റെ കറിയും പിന്നെ കർമൂസേൻ്റെ തന്നെ ഉപ്പേരിയും മീൻ വറുത്തതുമായിരുന്നു. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്നാ കർമൂസ എന്ന് തന്നെയല്ലേ പറയുക? പപ്പായക്കാണ് കേട്ടോ ഞങ്ങൾ കർമൂസ എന്ന് പറയുന്നത്. നിങ്ങളെന്താണ് നിങ്ങളുടെ നാട്ടിലേക്കെല്ലാം പറയുക എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ, വെറുതെ നമുക്കറിയാലോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ അവൻ ഉണരും. അവൻ ഉണർന്നാൽ പിന്നെ എന്നാൽ എനിക്ക് പെട്ടെന്ന് അവന് കൊടുക്കാമല്ലോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ എണീറ്റു. അത്തിമരത്തിലെ കൊച്ചു കിളിക്കൂട്ടിൽ പുള്ളിക്കുയിൽ കുഞ്ഞ് കൊഞ്ചും കൂറുമൊഴി. അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഞാൻ അവന് ഫുഡ് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടോ. ഇന്ന് ഞാൻ ഈ വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് കുറച്ചൊരു കഞ്ഞി പോലെയാണ് ആക്കി കൊടുക്കുന്നത്. ചോറ് അവന് മടുത്തും തോന്നുന്നു, 2 ദിവസമായിട്ട് കാര്യമായിട്ടൊന്നും കഴിക്കുന്നില്ല ചോറ് കൊടുത്തപ്പോൾ. അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് മാറ്റി കൊടുത്തു നോക്കും കേട്ടോ, ആ മടുപ്പൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ഇത് ചെറിയ അരിയില്ലേ, നമ്മൾ കഞ്ഞിയൊക്കെ വെക്കുന്ന പൊടിയരി എന്ന് പറയും, ആ അരിയും പിന്നെ കുറച്ച് ദാലും പിന്നെ നമ്മളെ വീട്ടിലുള്ള വെജിറ്റബിൾസ് എല്ലാം കൂടെ ഇട്ട് കുക്കറിലൊന്ന് എടുത്തിട്ടാണ് ഇതുണ്ടാക്കുന്നത്. എന്നുവെച്ചാൽ അത് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഇങ്ങനെ കുറച്ചൊരു അധികം ലൂസാക്കാണ്ട് കുറച്ചൊരു ലൂസാക്കിയിട്ട് ഇങ്ങനെ കൊടുക്കും ഇടയ്ക്ക്. അത് അവനായി ഒരു മടുപ്പൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മാത്രം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അവൻ്റെ ടെഡിയും ഗണ്ണെല്ലാം എടുത്തിട്ട് ഇവിടുന്ന് കളിക്കുന്നുണ്ട്. നമ്മൾ അടുത്തൊന്ന് ഇരുന്ന് കൊടുത്താൽ മതി, പിന്നെ അവൻ അവിടുന്ന് കളിച്ചോളും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ, അവനെ അവിടെ ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്തിൻ്റെയെങ്കിലും മേലെല്ലാം കയറി നിന്ന് ചാടി എല്ലാം കളിച്ചിട്ട് എന്തെങ്കിലും പണി ഒപ്പിച്ച് വെക്കും. അതുകൊണ്ട് ആരെങ്കിലും എപ്പോഴും അവൻ്റെ കൂടെ തന്നെ കാണും. അവിടുന്ന് കുറച്ച് കളിച്ച് നോക്കുമ്പോൾ അവൻ്റെ ഊഞ്ഞാലെടുത്തിട്ട് വരികയാണ് കേട്ടോ. ഒരു സാധനം കൊണ്ട് ഒരു 5-10 മിനിറ്റൊക്കെ കളിക്കുള്ളൂ, പിന്നെ വേഗം അടുത്തയിലേക്ക് ചാടും. അങ്ങനെ ഊഞ്ഞാലെടുത്തിട്ട് വരുന്നുണ്ട്. ഇനിയിപ്പോൾ അത് കെട്ടിക്കൊടുത്തിട്ടില്ലെങ്കിൽ അവിടെ മൊത്തം ഇളക്കി മറയ്ക്കും കേട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നെ അധികം വാശി പിടിപ്പിക്കാൻ നിന്നില്ല, അങ്ങ് കെട്ടിക്കൊടുക്കാമെന്ന് വിചാരിച്ചു. ഊഞ്ഞാൽ കെട്ടാനുള്ള കയറൊക്കെ ആദ്യം ആടുണ്ട്. ആദ്യമേ അവൻ അവിടെ നിന്ന് ആടാറുണ്ട്, അവൻ ആട്ടിക്കൊടുക്കാറുണ്ട് കെട്ടിയിട്ട്. മഴയുള്ള സമയത്ത് അത് അഴിച്ചിട്ട് ഉള്ളിൽ വെക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് അത് അവിടെ ഒന്ന് ജസ്റ്റ് കൊളുത്തി വെച്ചാൽ മതി. ഞാനത് ചെയ്തു കൊടുത്തു. എന്നിട്ട് ഞാൻ അവൻ അതിലിരുത്തി കുറച്ച് സമയം ഊഞ്ഞാലാട്ടി കൊടുത്തു കേട്ടോ. അച്ഛനൊരു ചെറിയ തുണി എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു, കൊതു ഉള്ളതുകൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ വീശി കൊടുത്താൽ കൊതു ഒന്നും അടുത്തേക്ക് വരില്ലല്ലോ. അല്ലെങ്കിൽ അവൻ പുറത്തിറങ്ങിയ അപ്പം അവന് കൊതു വന്ന് പൊതിയും. പിന്നെ കുത്തി ജസ്റ്റ് ഒന്ന് വന്ന് നിന്നാൽ മതി, അപ്പം തന്നെ അവിടെ ഒരു ചോപ്പ് അതായിട്ട് ചെനർത്തിട്ടിങ്ങ് വരും. കൊഞ്ചും കൂറുമൊഴിയോ പെറ്റുപെരുകണ പൊന്മയിൽ പിലിയോ ചെല്ലക്കാറ്റെ ചൊല്ല് ചൊല്ല് ചക്കരവാക്കിലെന്തുണ്ട് മായക്കാറ്റെ നില്ല് നില്ല്.
അവനവിടെ ഇരുന്ന് ആടുന്ന സമയത്തിന് ഞാൻ വിചാരിച്ചു എന്നാൽ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരാന്ന്. നല്ല കാറ്റും മഴയെല്ലാം ആയതുകൊണ്ട് മുറ്റത്താകെ വൃത്തികേടായി കിടക്കുകയാണ് കേട്ടോ. പിന്നെ അമ്മ വന്ന് കണ്ടാൽ പിന്നെ അതും മതി. അന്നത്തെ ദിവസം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ വെറുതെ നമ്മളെന്തിനാ പറയിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അവനെ അവിടുന്ന് കുറച്ച് സമയം ഇങ്ങനെ ആട്ടി അവിടുന്ന് മുറ്റടിച്ചു വാരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്കൊന്ന് പോയി ജസ്റ്റ് ഒന്ന് ആട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഒന്നിനും സമ്മതിക്കൂല. അങ്ങനെ മുറ്റമൊക്കെ അടിച്ചു വാരി കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ വന്നു കേട്ടോ. എന്നിട്ട് ഞാൻ പോയി ഒന്ന് വേഗം മേലൊക്കെ ഒന്ന് കുളിച്ചിട്ട് വന്നു. മേല് മാത്രമേ കുളിച്ചുള്ളൂ, തല കുളിച്ചില്ല. തല ഞാൻ ഡെയിലി ഒന്നും കുളിക്കാറില്ല. ഒരു 2 ദിവസമെല്ലാം കൂടുമ്പോഴാണ് തല നനയ്ക്കാറുള്ളൂ. അപ്പോൾ അമ്മ ഇതാ ഇവിടെ ഇരുന്ന് വൈകുന്നേരം പുഴുക്കിനുള്ള ചക്ക മുറിച്ചിടുന്നുണ്ട്. എന്നോട് പറഞ്ഞിട്ടായിരുന്നു പോയത്, വരുമ്പോഴത്തേക്കും മുറിച്ചിടണം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ എന്നോടത് വിട്ടുപോയി ഗൈസ്. അതുകൊണ്ട് അതിനുള്ള കുറച്ച് കിട്ടി. പിന്നെ അങ്ങനെ വേഗം അമ്മ ചക്കപ്പുഴുക്കൊക്കെ ആക്കി ഇതാ കൃഷുവിന് ഇവിടുന്ന് അമ്മ കൊടുക്കുന്നുണ്ട് കേട്ടോ. അവന് പിന്നെ ചക്കയൊക്കെ ഇഷ്ടമാണ്. ചക്ക, കപ്പ അതിൻ്റെയൊക്കെ പുഴുക്ക് ഇഷ്ടമാണ്. അതെല്ലാം കഴിച്ചോളും. അത് കഴിഞ്ഞ് ഞാനും കുറച്ച് പോയി എടുത്തിട്ട് വന്നു. ചക്ക സീസൺ ആയാൽ പിന്നെ ഇവിടെ ഡെയിലി വൈകുന്നേരം ചായക്ക് ചക്കപ്പുഴുക്കായിരിക്കും കേട്ടോ. അപ്പോൾ അമ്മയും അച്ഛനൊക്കെ ഇതാ ഇവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ആ സമയത്ത് ഞങ്ങൾ വിചാരിച്ചു ദേവുവിൻ്റെ കല്യാണത്തിൻ്റെ വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് അവൾ പോകുന്നതിൻ്റെ മുന്നേ കുറച്ച് പകുതി കണ്ടിട്ട് അവിടെ നിർത്തി. ബാക്കി കാണാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ബാക്കി അതിട്ടിട്ട് കാണാമെന്ന്. അങ്ങനെ അത് കാണുകയാണ് കേട്ടോ. വീഡിയോ ഒക്കെ നല്ല അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ അവർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഞങ്ങളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. പെട്ടെന്ന് തന്നെ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരാം. അതുവരേക്കും ടാറ്റാ.